ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ KSRTC സെപ്റ്റംബർ മാസം 2025 വർഷത്തിൽ സെപ്റ്റംബർ മാസം നടത്തുന്ന ടൂർ ട്രിപ്പുകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. ഇപ്പം ഞാനിത് പാക്കേജ് വൈസാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ പാക്കേജും അതിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്, ആൽഫബറ്റിക് ഓർഡറിൽ. അപ്പോൾ ഓരോ പാക്കേജും ഏതൊക്കെ ഡിപ്പോളിൽ നിന്നൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നാളെയോ മറ്റന്നാളോ ഞാൻ പുതിയൊരു വീഡിയോ കൂടി അപ്ഡേറ്റ് ചെയ്യും. അത് ഡിപ്പോ വൈസ് ആയിരിക്കും, ഓരോ ഡിപ്പോയുടെ ഓർഡറിനായിരിക്കും. ഇന്നിപ്പം പാക്കേജ് വൈസ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ ട്രിപ്പിൻ്റെയും നേരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഏത് ഡിപ്പോയാണോ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പോയിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ആ ഡിപ്പോയുടെ കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് പാക്കേജ് വൈസ് ആണ്. അച്ചൻ കോവിൽ പാക്കേജാണ് ആദ്യം. അച്ചൻ കോവിൽ പാക്കേജ് രണ്ട് ഡിപ്പോളിൽ നിന്നാണ് രണ്ടെണ്ണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 2-ാം തീയതിയും സെപ്റ്റംബർ 25-ാം തീയതിയും പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ KSRTCയുടെ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ രണ്ട് ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് സേഫറായിട്ട് പോയിട്ട് വരാം, കോസ്റ്റ് എഫക്റ്റീവായിട്ട് പോയിട്ട് വരാം. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് വന്നത്. പിന്നെ ഇതൊരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ്, ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് മാത്രം നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പാക്കുക. അടുത്തതിന് അകലപ്പുഴ പാക്കേജ് എവിടെ നിന്നാണെന്ന് നോക്കിയാൽ 28 സെപ്റ്റംബറിന് അകലപ്പുഴ പാക്കേജ് സുൽത്താൻ ബത്തേരിയിൽ നിന്നുണ്ട്. 28-ന് തന്നെയാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ പാക്കേജ് ആലപ്പുഴ പാക്കേജ് തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഉണ്ട്, സെപ്റ്റംബർ 27-ാം തീയതി ഉണ്ട്. അഞ്ചുരുളി പാക്കേജ് സെപ്റ്റംബർ 28-ാം തീയതി കോട്ടയം ഡിപ്പോയിൽ നിന്നുണ്ട്. അതിരപ്പള്ളി പാക്കേജ് പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13-നുണ്ട്. അതിരപ്പള്ളി പാക്കേജ് പുനലൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13-നുണ്ട്. പിന്നെ അതിരപ്പള്ളി സിൽവർ സ്റ്റോൺ പാക്കേജ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 4-ാം തീയതി മലപ്പുറത്തു നിന്നുണ്ട്, 21-ാം തീയതി മാവേലിക്കരയിൽ നിന്നുണ്ട്. സെപ്റ്റംബർ 3-ന് മാവേലിക്കരയിൽ നിന്നുണ്ട്. സെപ്റ്റംബർ 30-ന് കാട്ടാക്കടയിൽ നിന്നുണ്ട്. പിന്നെ അയ്യപ്പ ദർശനം പാക്കേജ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 13-ന് ചാത്തന്നൂർ നിന്നുണ്ട്, സെപ്റ്റംബർ 21-ന് ചെങ്ങന്നൂർ നിന്നുണ്ട്, 29-ന് ചെങ്ങന്നൂർ ഉണ്ട്, സെപ്റ്റംബർ 20-ന് തിരുവല്ലയിൽ നിന്നുണ്ട്. പിന്നെ ചതുരംഗപ്പാറ പാക്കേജ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 7-ന് ആലുവയിൽ നിന്നുണ്ട്, 28-ന് ആലുവയിൽ നിന്നുണ്ട്, 20-ന് അങ്കമാലിയിൽ നിന്നുണ്ട്, 25-ന് അങ്കമാലിയിൽ നിന്നുണ്ട്. ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് 28-ാം തീയതി ഉണ്ട്, ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് 20-ാം തീയതി ഉണ്ട്, എറണാകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1-നുണ്ട്, എറണാകുളത്ത് നിന്ന് സെപ്റ്റംബർ 4-നുണ്ട്, സെപ്റ്റംബർ 14-നുണ്ട്, 28-നുണ്ട്, എരുമേലി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 21-നുണ്ട്, ഹരിപ്പാട് ഡിപ്പോയിൽ നിന്ന് 21-ാം തീയതി ഉണ്ട്, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3-നുണ്ട്, 17 കോതമംഗലം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 17-നുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്, 28-നുണ്ട്, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 17-നുണ്ട്, സെപ്റ്റംബർ 30-നുണ്ട്, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 4-നുണ്ട്, നോർത്ത് പറവൂരിൽ നിന്ന് സെപ്റ്റംബർ 14-നുണ്ട്, നോർത്ത് പറവൂരിൽ നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 2-നുണ്ട്, പാലായിൽ നിന്ന് സെപ്റ്റംബർ 28-നുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 21-നുണ്ട്, പെരുമ്പാവൂർ നിന്ന് സെപ്റ്റംബർ 10-ാം തീയതി ഉണ്ട്, പിറവത്ത് നിന്ന് സെപ്റ്റംബർ 2-ാം തീയതി ഉണ്ട്, പൊൻകുന്നത്ത് നിന്ന് സെപ്റ്റംബർ 7-നുണ്ട്, പൊൻകുന്നത്ത് തന്നെ 28-ാം തീയതി ഉണ്ട്, വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 4-നുണ്ട്. ഇത്രയാണുള്ളത്. പിന്നെ ചീങ്ങേരി ഹിൽ ട്രെക്കിംഗ് പാക്കേജ് വയനാടുള്ളൊരു ട്രെക്കിംഗ് പാക്കേജാണ്. അത് 28 സെപ്റ്റംബറിനുണ്ട്, സുൽത്താൻ ബത്തേരി ഡിപ്പോയിൽ നിന്നാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡബിൾ ഡെക്കർ സർവീസ് മൂന്നാർ ഡിപ്പോയിൽ നിന്ന് ഡബിൾ ഡെക്കർ സർവീസ് എല്ലാ ദിവസവും ഉണ്ട്. അത് രണ്ട് സ്ലോട്ടുകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മൂന്നാർ എത്തുന്നവർക്ക് രണ്ടോ മൂന്നോ സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മൂന്നാർ എത്തുകയാണെങ്കിൽ ആ ട്രിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അത് ഗ്ലാസ് ഡബിൾ ഡെക്കർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലത്തെ അപ്പർ ഡെക്കിലിരുന്ന് മൊത്തം മൂന്നാറിന്ന് കണ്ടുവരാം. 400 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ അത്ര മൂന്നാറിൽ പോവുകയാണെങ്കിൽ ആ ഒരു സർവീസ് ഉപയോഗിക്കാം. ഇനി ഗവി പാക്കേജ് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 15-നുണ്ട്, ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 16, ചാലക്കുടിയിൽ നിന്ന് 21-ാം തീയതി, ചങ്ങനാശ്ശേരിയിൽ നിന്നുണ്ട്, ചാത്തന്നൂരിൽ നിന്ന് 8-ാം തീയതി ഉണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്നുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, എറണാകുളത്തു നിന്നുണ്ട്, ഹരിപ്പാടിൽ നിന്ന് ഡേറ്റ് 8-ാം തീയതി ഉണ്ട്,
കാഞ്ഞങ്ങാട് നിന്ന് സെപ്റ്റംബർ 1 കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 14, കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ 5, കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ 19, കരുനാഗപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 24, കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 6, കൊല്ലത്തുനിന്ന് സെപ്റ്റംബർ 8 ഉണ്ട്, സെപ്റ്റംബർ 21 കൂത്താട്ടുകുളത്തുനിന്ന് ഗവി ട്രിപ്പുണ്ട്, കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 12, കോട്ടയത്ത് നിന്ന് ഗവി ട്രിപ്പുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, കോഴിക്കോട് നിന്ന് ഗവി ട്രിപ്പുണ്ട്, കോഴിക്കോട് നിന്ന് 6 തീയതിയും 26 ഉണ്ട്, കുളത്തുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 7, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 2, മല്ലപ്പള്ളിയിൽ നിന്ന് ട്രിപ്പുണ്ട്, മണ്ണാർക്കാട് നിന്ന് സെപ്റ്റംബർ 13, മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 27, നിലമ്പൂരിൽ നിന്ന് സെപ്റ്റംബർ 13, നോർത്ത് പറവൂന്ന് ട്രിപ്പുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, പാലയിൽ നിന്ന് ഗവി ട്രിപ്പുണ്ട്, പാലക്കാട് നിന്ന് സെപ്റ്റംബർ 14, സെപ്റ്റംബർ 28, പന്തളത്തുനിന്ന് ഗവി പാക്കേജ് ഉണ്ട്, അതും ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, പത്തനംതിട്ടയിൽ നിന്ന് ഉണ്ട്, പത്തനാപുരത്ത് നിന്ന് സെപ്റ്റംബർ 4 പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 12, പേരൂർക്കടയിൽ നിന്ന് സെപ്റ്റംബർ 22, പിറവത്തുനിന്ന് ഗവി ട്രിപ്പുണ്ട്, പൊൻകുന്നത്ത് നിന്നുണ്ട്, പൂവാറിന്ന് സെപ്റ്റംബർ 19 പുനലൂരിൽ നിന്ന് സെപ്റ്റംബർ 28, തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 1, താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 26, തിരുവല്ലയിൽ നിന്ന് ഗവി ട്രിപ്പുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 30, വൈക്കത്തു നിന്നുണ്ടാവും. ഇത്രയാണ് ഗവി ട്രിപ്പ് ഉള്ളത്. ഇനി ചടയമംഗലം ഡിപ്പോ നോക്കുകയാണെങ്കിൽ ഇനി ഗുരുവായൂർ ട്രിപ്പാണ്. ചടയമംഗലത്ത് നിന്ന് ഗുരുവായൂർ 27 തീയതി ഉണ്ട്, മാവേലിക്കരയിൽ നിന്ന് 27 തീയതി ഉണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് 27 തീയതി ഉണ്ട്, പൂവാറിന്ന് 28 തീയതി ഉണ്ട്, കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 13 ഇത്രയാണ് പൂവാറുള്ളത്. ഇനി ആലപ്പുഴ ഹൗസ് ബോട്ട് നോക്കുകയാണെങ്കിൽ അടൂരിൽ നിന്ന് സെപ്റ്റംബർ 20 തീയതി ഉണ്ട്, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 13 മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 13 ഇത്രയാണ് 3 ഇനി കൊല്ലം ഹൗസ് ബോട്ട് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 23 ആര്യങ്കാവ് നിന്ന് സെപ്റ്റംബർ 13, ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 28, കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 20, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 7, കുളത്തുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 21, മല്ലപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 17, പന്തളത്ത് നിന്ന് സെപ്റ്റംബർ 12, പത്തനാപുരത്ത് നിന്ന് സെപ്റ്റംബർ 21, പേരൂർക്കടയിൽ നിന്ന് സെപ്റ്റംബർ 16, പൊൻകുന്നത്ത് നിന്ന് സെപ്റ്റംബർ 20, വെഞ്ഞാറമൂട് നിന്ന് സെപ്റ്റംബർ 13, സെപ്റ്റംബർ 28 ഇത്രയാണുള്ളത്. ഇനി കുമരകം ഹൗസ് ബോട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 21 തീയതി കണയാപുരത്തു നിന്നുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 20, തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 6 ഇത്രയാണുള്ളത്. ഇനി ഇടുക്കി പാക്കേജ് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 10 അത് മാത്രമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇലവിഴാപ്പൂഞ്ചിറ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 30, ചെങ്ങന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 13, ചേർത്തലയിൽ നിന്ന് സെപ്റ്റംബർ 7, കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 28, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 9, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 24, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 3, കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 13, മാളയിൽ നിന്ന് സെപ്റ്റംബർ 13, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 24, പേരൂർക്കടയിൽ നിന്ന് സെപ്റ്റംബർ 3, പൂവാറിൽ നിന്ന് 21 തീയതി ഉണ്ട്, പുതുക്കാട് നിന്ന് 7 തീയതി, പുതുക്കാട് നിന്ന് 14 തീയതി ഉണ്ട്, താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 7, തൊട്ടിൽപ്പാലത്ത് നിന്ന് 21 തീയതി ഉണ്ട്. ഇനി ഇല്ലിക്കൽക്കൽ പാക്കേജ് നോക്കുകയാണെങ്കിൽ അടൂറിൽ നിന്ന് സെപ്റ്റംബർ 28, മിക്കവാറും ഇലവിഴാപ്പൂഞ്ചിറ ഇല്ലിക്കൽക്കലിലെ പാക്കേജുകൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക അത് കണക്റ്റഡ് ആണോ എന്നുള്ളത്. അടൂറിൽ നിന്ന് സെപ്റ്റംബർ 28 ആലുവയിൽ നിന്ന് സെപ്റ്റംബർ 16, ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 6, ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 4, സെപ്റ്റംബർ 21, ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 7, കരുനാഗപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 14, 28, കോതമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 3, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 1, മല്ലപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 9, മാവേലിക്കരയിൽ നിന്ന് 28 തീയതി ഉണ്ട്, നിലമ്പൂരിൽ നിന്ന് 6 തീയതി 20 തീയതി ഉണ്ട്, തിരുവല്ലയിൽ നിന്ന് 8 തീയതി ഉണ്ട്, 11 തീയതി ഉണ്ട്, 14 തീയതി ഉണ്ട്, ആലുവ ഇത്രയാണ് ഇല്ലിക്കൽക്കല്ലുള്ളത്. ഇനി ജംഗിൾ സവാരി മൂന്നാർ, ഇത് നമ്മൾ മാമലക്കണ്ടം വഴി പോകുന്ന മൂന്നാർ സർവീസാണ്. അത് ആലുവ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1 14 26 27 30 അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3 5 14 27 ഇത്രയും ദിവസങ്ങളിലുണ്ട്. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 14, കോതമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 2, 6 14 16 17 21 25 26 29 30
മലപ്പുറം ഡിപ്പോയിൽ സെപ്റ്റംബർ 13 20 27 ഉണ്ട്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ സെപ്റ്റംബർ 2, 4, 12, 16, 19, 25, 29 നിലമ്പൂർ ഡിപ്പോയിൽ സെപ്റ്റംബർ 6 സെപ്റ്റംബർ 27 പെരുമ്പാവൂർന്ന് സെപ്റ്റംബർ 2, 7, 12, 16, 24, 30 ഇത്രയും ദിവസങ്ങളിലുണ്ട്. തൊടുപുഴ ഡിപ്പോയിൽ സെപ്റ്റംബർ 1, 5, 7, 25 ഇത്തരം ദിവസങ്ങളുണ്ട്. ഹരിപ്പാട് ഡിപ്പോയിൽ സെപ്റ്റംബർ 20, മാനന്തവാടിയിൽ നിന്ന് അത് വയനാടാണ്. വയനാട് പാക്കേജ്, ജംഗിൾ സഫാരി വയനാട് പാക്കേജ് ഹരിപ്പാട് ഡിപ്പോയിൽ സെപ്റ്റംബർ 20 മാനന്തവാടിയിൽ സെപ്റ്റംബർ 1, 2, 3 എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട്. 6, 7, 13, 14, 20, 21, 27, 28 തീയതികളിലുണ്ട്. ബത്തേരി ഡിപ്പോയിൽ നിന്നാണെങ്കിൽ ജംഗിൾ സഫാരി വയനാട് പാക്കേജ് സെപ്റ്റംബർ 1, 2, 3, 4, 5, 6, 7, 8, 7 കഴിഞ്ഞ 13, 14, 20, 21, 27, 28 ഇത്രയും ദിവസങ്ങളിലുണ്ട്. കോതമംഗലം ഇനി കടമക്കുടി പാക്കേജാണ്. കോതമംഗലം ഡിപ്പോയിൽ സെപ്റ്റംബർ 19 ഉണ്ട്. വൈക്കത്ത് നിന്ന് 28 ഉണ്ട്. കാൽവരി മൗണ്ട് പാക്കേജ് ചാത്തന്നൂർ ഡിപ്പോയിൽ സെപ്റ്റംബർ 28 കണ്ണൂർ പാക്കേജ് കൊല്ലം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 29 മലപ്പുറത്ത് നിന്ന് 20 ഉണ്ട്. ഇനി കാന്തല്ലൂർ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആലുവയിൽ നിന്ന് സെപ്റ്റംബർ 4 ഉണ്ട്. അങ്കമാലിയിൽ നിന്ന് സെപ്റ്റംബർ 13 21 ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് 13 ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് 20 കൊട്ടാരക്കരയിൽ നിന്ന് 25 മൂലമറ്റം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 14, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 9, മൂവാറ്റുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 27, പെരുമ്പാവൂർ നിന്ന് സെപ്റ്റംബർ 9, സെപ്റ്റംബർ 14, സെപ്റ്റംബർ 29, പിറവം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 27, പുതുക്കാട് നിന്ന് സെപ്റ്റംബർ 27, തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 12, മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 7. അത് കന്യാകുമാരി പാക്കേജാണ്. കന്യാകുമാരി പാക്കേജ് നോക്കുകയാണെങ്കിൽ മാവേലിക്കരയിൽ സെപ്റ്റംബർ 7 ഉണ്ട്. ഇനി കാട്ടിൽ മേക്കതിൽ പാക്കേജ് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 12, 19, വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 14, കൊച്ചരീക്കൽ വാട്ടർഫോൾസ് പാക്കേജ് പുനലൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 7, കൊളുക്കുമല പാക്കേജ് ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 6, കോട്ടയം നാലമ്പലം പാക്കേജ് സെപ്റ്റംബർ 14 ഹരിപ്പാട് ഡിപ്പോയിൽ നിന്നുണ്ട്. കോട്ടയം ടെമ്പിൾസ് പാക്കേജ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 18 കോഴിക്കോട് പാക്കേജ് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 14, സെപ്റ്റംബർ 28, മലപ്പുറം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 14, നിലമ്പൂരിൽ നിന്ന് സെപ്റ്റംബർ 1, പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 7. കോഴിക്കോട് കാണുന്ന ഒരു പാക്കേജാണ്. പയ്യന്നൂരിൽ സെപ്റ്റംബർ 21, പത്തനംതിട്ട കൃപാസനം പാക്കേജ് പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 1, സെപ്റ്റംബർ 15, കുമ്മളി പാക്കേജ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13, മലക്കപ്പാറ പാക്കേജ് ആലുവ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 2, 13, 22, അങ്കമാലി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1, 9, 17, 24, 28, ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 4, 6, 7, 13, 14, 21, 27, 28, ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13, ചെങ്ങന്നൂരിൽ സെപ്റ്റംബർ 1, സെപ്റ്റംബർ 28, ചേർത്തല ഡിപ്പോയിൽ നിന്ന് 28 ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6, സെപ്റ്റംബർ 28, ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 2, സെപ്റ്റംബർ 13, 27, എറണാകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1, 6, 7, 20, എരുമേലി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 7, കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 5, 12, കായംകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 10, കൂത്താട്ടുകുളം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6, കോതമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 3, 5, 12, 15, 23, 30, കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 21, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 20, കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 14, മാളയിൽ നിന്ന് 28, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 7, 14, 21, 28, മണ്ണാർക്കാട് നിന്ന് സെപ്റ്റംബർ 7, മൂലമറ്റം സെപ്റ്റംബർ 7, സെപ്റ്റംബർ 21, മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 5, 18, 21, 26, 28, നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3, 13, 20, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3, 21,
പാലക്കാട് ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6, സെപ്റ്റംബർ 28. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 29, പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 19, പെരുമ്പാവൂരിൽ നിന്ന് സെപ്റ്റംബർ 6, 13, 18, 21, 27, പിറവം ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13, 28, പൊൻകുന്നത്ത് നിന്ന് സെപ്റ്റംബർ 2, 10, പുതുക്കാട് നിന്ന് സെപ്റ്റംബർ 6, 20, 28, തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 13, തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 3, 9, 15, 24, 26, തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 3, 6, 13, 21, 28, വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 2, 30, കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 4. ഇത്രയാണ് മലക്കപ്പാറ ട്രിപ്പുള്ളത്. ഇനി മലമ്പുഴ പാക്കേജ് നോക്കുകയാണെങ്കിൽ കൂത്താട്ടുകുളത്ത് നിന്ന് സെപ്റ്റംബർ 21 മലപ്പുറം പിൽഗ്രിം പാക്കേജ് നോക്കുകയാണെങ്കിൽ മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 7, മലരിക്കൽ കോട്ടയത്തുള്ള ആമ്പൽപ്പാടമാണ് ഈ ഒരു പാക്കേജ്. ആര്യനാട് നിന്ന് സെപ്റ്റംബർ 8, ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 13, കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 7, കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 28, പൊൻകുന്നത്ത് നിന്ന് സെപ്റ്റംബർ 6. ഇനി മാമലക്കണ്ടം പാക്കേജ് നോക്കുകയാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 6, അങ്കമാലിയിൽ നിന്ന് 18, ചാത്തന്നൂരിൽ നിന്ന് 27, ചെങ്ങന്നൂരിൽ നിന്ന് 3 തീയതി ഉണ്ട്, ചിറ്റൂരിൽ നിന്ന് സെപ്റ്റംബർ 13, 27, ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3, എറണാകുളത്ത് നിന്ന് 13, എറണാകുളത്ത് നിന്ന് 21, 28, എരുമേലിയിൽ നിന്ന് സെപ്റ്റംബർ 13, കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 24, 28, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 3, മാളയിൽ നിന്ന് 14 തീയതി, മണ്ണാർക്കാട് നിന്ന് സെപ്റ്റംബർ 6, നിലമ്പൂരിൽ നിന്ന് 13 തീയതി, നോർത്ത് പറവൂരിൽ നിന്ന് സെപ്റ്റംബർ 6, സെപ്റ്റംബർ 27, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 21, പാലക്കാട് നിന്ന് സെപ്റ്റംബർ 6, 13, 27, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 27, പൊൻകുന്നത്ത് നിന്ന് സെപ്റ്റംബർ 21, പുതുക്കാട് നിന്ന് 21, തിരുവല്ലയിൽ നിന്ന് 3 തീയതി ഉണ്ട്, 13 21 തീയതി ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 27. ഇത്രയാണ് മാമലക്കണ്ടമുള്ളത്. ഇനി മാംഗോ മെഡോസ് പാക്കേജ് നോക്കുകയാണെങ്കിൽ കോട്ടയത്തുള്ള കടുതുരുത്തിയുള്ള ഒരു എക്കോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാക്കേജാണ് മാംഗോ മെഡോസ്. സെപ്റ്റംബർ 2 തീയതി ആര്യനാട് നിന്നുണ്ട്, 21 തീയതി ചാത്തന്നൂരിൽ നിന്നുണ്ട്, സെപ്റ്റംബർ 17 കരുനാഗപ്പള്ളിയിൽ നിന്നുണ്ട്, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 23, പത്തനംതിട്ടയിൽ നിന്ന് 13 തീയതി, 26 തീയതി, തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 14, ചങ്ങനാശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 7, ചേർത്തലയിൽ നിന്ന് 1 തീയതി ഉണ്ട്. സോറി, ഇത് മറയൂർ പാക്കേജാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മറയൂർ പാക്കേജ് സെപ്റ്റംബർ 7, ചേർത്തലയിൽ നിന്ന് 1 തീയതി ഉണ്ട്, ഈരാറ്റുപേട്ടയിൽ നിന്ന് 21 തീയതി ഉണ്ട്, എറണാകുളത്ത് നിന്ന് സെപ്റ്റംബർ 4, 13, 14, 27, എരുമേലിയിൽ നിന്ന് സെപ്റ്റംബർ 3, കാട്ടാക്കടയിൽ നിന്ന് 6 തീയതി, 27 തീയതി ഉണ്ട്, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 27, കൂത്താട്ടുകുളത്ത് നിന്ന് 7 തീയതി ഉണ്ട്, കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 1, മാളയിൽ നിന്ന് സെപ്റ്റംബർ 27, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 2, മാവേലിക്കരയിൽ നിന്ന് 12 തീയതി ഉണ്ട്, മൂവാറ്റുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 1, നോർത്ത് പറവൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 4, 13, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 7, 13, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 30, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 7, സെപ്റ്റംബർ 20, പിറവത്തുനിന്ന് സെപ്റ്റംബർ 14, പൊൻകുന്നത്തുനിന്ന് 14, വൈക്കത്തുനിന്ന് സെപ്റ്റംബർ 9, മല്ലപ്പള്ളി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 13, 29 സ്റ്റേ പാക്കേജാണ്. പാറശാല ഡിപ്പോയിൽ നിന്നുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ചേർത്തല ഡിപ്പോയിൽ നിന്ന് മൂകാംബിക പാക്കേജ്, ചേർത്തലയിൽ നിന്ന് സെപ്റ്റംബർ 26, ഹരിപ്പാട് നിന്ന് 20 തീയതി, കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ 12, 27, കാസർഗോഡ് നിന്ന് സെപ്റ്റംബർ 20, 28, കൂത്താട്ടുകുളത്ത് നിന്ന് സെപ്റ്റംബർ 17, കൊട്ടാരക്കരയിൽ സെപ്റ്റംബർ 11, 27, മാവേലിക്കരയിൽ സെപ്റ്റംബർ 26, പന്തളത്ത് നിന്ന് സെപ്റ്റംബർ 18, പത്തനംതിട്ടയിൽ സെപ്റ്റംബർ 5, തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 18. ഇനി മൂന്നാർ പാക്കേജ് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 6, ചെങ്ങന്നൂരിൽ നിന്ന് 20, 29 തീയതി ഉണ്ട്, കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 19, കണ്ണൂരിൽ നിന്ന് 1 തീയതി ഉണ്ട്, 12, 19, 26,
13. കരുനാഗപ്പള്ളിയിൽ നിന്ന് 13-ാം തീയതി ഉണ്ട്. കാസർഗോഡ് നിന്ന് സെപ്റ്റംബർ 6, 26. കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 13, 27. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 6, കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 13, 27. മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 6, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 8, പയ്യന്നൂർ നിന്ന് സെപ്റ്റംബർ 1, പേരൂർക്കടയിൽ നിന്ന് സെപ്റ്റംബർ 5, തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 5, താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 6, 20. തിരുവല്ലയിൽ നിന്ന് 20-ാം തീയതി. തൊട്ടിൽപ്പാലത്ത് നിന്ന് സെപ്റ്റംബർ 10, 24. വെഞ്ഞാറമൂട് നിന്ന് സെപ്റ്റംബർ 13, അങ്കമാലിയിൽ നിന്ന് സെപ്റ്റംബർ 30-ാം തീയതി ഉണ്ട്. മൺട്രോ തുരുത്ത് പാക്കേജ് പത്തനംതിട്ടയിൽ നിന്ന് 9-ാം തീയതി സെപ്റ്റംബർ 9-നുണ്ട്. മൈസൂർ പാക്കേജ് കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 6, 7, 14, 28. മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 1, 18, 25. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സെപ്റ്റംബർ 28, താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 6, 7, 14. ഇത്രയാണുള്ളത്. നെഫർട്ടിലിറ്റി പാക്കേജ് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 11, ആര്യങ്കാവ് നിന്ന് സെപ്റ്റംബർ 25, ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 25, ചാത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 28, ചേർത്തലയിൽ നിന്ന് 28-ാം തീയതി, ചിറ്റൂരിൽ നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. കരുനാഗപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 21, കാസർഗോഡ് നിന്ന് സെപ്റ്റംബർ 13, കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 7, 20, 27. കുളത്തുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 28, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 7, മല്ലപ്പള്ളിയിൽ സെപ്റ്റംബർ 7, മണ്ണാർക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാനുണ്ട്. മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 20, നിലമ്പൂരിൽ നിന്ന് 21-ാം തീയതി, പാലക്കാട് നിന്ന് ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, നമ്പറിൽ വിളിച്ച് ചോദിക്കുക. പത്തനാപുരത്ത് നിന്ന് 27-ാം തീയതി ഉണ്ട്. തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 21, ചടയമംഗലത്ത് നെല്ലിയാമ്പതി പാക്കേജ് നോക്കുകയാണെങ്കിൽ ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 13, ചാലക്കുടിയിൽ നിന്ന് 7-ാം തീയതി, 21-ാം തീയതി ഉണ്ട്. ചിറ്റൂരിൽ നിന്ന് സെപ്റ്റംബർ 2, 6, 7, 13, 14, 21. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 7, 14, 21, 28. മാള ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 20, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 13, 20. മണ്ണാർക്കാട് നിന്ന് സെപ്റ്റംബർ 7, 14, 21, 28. മൂവാറ്റുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 15, നിലമ്പൂരിൽ നിന്ന് 2-ാം തീയതി, 7-ാം തീയതി, 14, 28. നോർത്ത് പറവൂരിൽ നിന്ന് സെപ്റ്റംബർ 30, പാലാ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6, പാലക്കാട് നിന്ന് സെപ്റ്റംബർ 1, 2, 3, 6, 7, 13, 14, 21, 28. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 12, 17. താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 7, 14, 21, 28. തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 30, തൊട്ടിൽപ്പാലത്ത് നിന്ന് സെപ്റ്റംബർ 7, 13, 28. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 1, 7, 27. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 18. മലപ്പുറത്ത് നിന്ന് ഇത്രയാണ് നെല്ലിയാമ്പതി ഉള്ളത്. നിയോ ക്ലാസിക് പാക്കേജ് നോക്കുകയാണെങ്കിൽ അതൊരു കൊച്ചിയിലുള്ളൊരു ക്രൂയിസ് പാക്കേജ് ആണ്. അത് സെപ്റ്റംബർ 1-ാം തീയതി ഉണ്ട് മലപ്പുറത്ത് നിന്ന്. 13-ാം തീയതി തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നുണ്ട്. അടൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 12-നുണ്ട്. കോട്ടയം ഡിപ്പോയിൽ സെപ്റ്റംബർ 6, നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 7. ഇത്രയാണുള്ളത്. നെയ്യാർ ഡാം പാക്കേജ് നോക്കുകയാണെങ്കിൽ മാള ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്. നിലമ്പൂർ പാക്കേജ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്, 28-നുണ്ട്. എറണാകുളം നിന്ന് സെപ്റ്റംബർ 7, സെപ്റ്റംബർ 20, 27, 28. കാഞ്ഞങ്ങാട് നിന്ന് 28-ാം തീയതി എരുമേലി ഡിപ്പോയിൽ നിന്നാണ്. കാഞ്ഞങ്ങാട് നിന്ന് സെപ്റ്റംബർ 14-നുണ്ട്, 28-നുണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 7-നുണ്ട്, 14, 21, 28 തീയതികളുണ്ട്. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 20, കൂത്താട്ടുകുളത്ത് നിന്ന് സെപ്റ്റംബർ 13, 30. കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 30. കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 3, 28. നോർത്ത് പറവൂർന്ന് 7-ാം തീയതി ഉണ്ട്, 20-നുണ്ട്. പാലാ ഡിപ്പോയിൽ നിന്ന് 27-ാം തീയതി ഉണ്ട്. പാലക്കാട് നിന്ന് 7-ാം തീയതി ഉണ്ട്. പത്തനംതിട്ടയിൽ 30-ാം തീയതി. പയ്യന്നൂർന്ന് 6-ാം തീയതി ഉണ്ട്. പിറവത്തുനിന്ന് 20-ാം തീയതി ഉണ്ട്. തൃശ്ശൂർന്ന് 20-ാം തീയതി ഉണ്ട്. വൈക്കത്തുനിന്ന് സെപ്റ്റംബർ 13, 27. ഇത്രയാണുള്ളത്. ഇനി ഓക്സി വാലി റിപ്പോർട്ട്, സൈലന്റ് വാലിക്ക് അടുത്തുള്ള ഓക്സി വാലി റിപ്പോർട്ട് പാലക്കാടാണ്. അത് ആരനാട് ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 19-നുണ്ട്. ചടയമംഗലത്ത് നിന്ന് 28-ാം തീയതി ഉണ്ട്. കൊല്ലത്തുനിന്ന് സെപ്റ്റംബർ 7-നുണ്ട്. കൊല്ലത്തുനിന്ന് 19-ാം തീയതി ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 24-നുണ്ട്. കോഴിക്കോട് നിന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 26-നുണ്ട്. നിലമ്പൂരിൽ നിന്ന് സെപ്റ്റംബർ 20-നുണ്ട്.
പന്തളത്ത് നിന്ന് സെപ്റ്റംബർ 8-ാം തീയതി ഉണ്ട്. പുനലൂരിൽ നിന്ന് സെപ്റ്റംബർ 27-ാം തീയതി ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 26-ാം തീയതി ഉണ്ട്. വെഞ്ഞാറമ്മൂട് സെപ്റ്റംബർ 11-നുണ്ട്. ഇത്രയാണുള്ളത്. ഇനി പൈതൽമല പാക്കേജ് നോക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് ഡിപ്പോയിൽ സെപ്റ്റംബർ 7-നുണ്ട്, 13-നുണ്ട്, 14-നുണ്ട്. കണ്ണൂർ ഡിപ്പോയിൽ സെപ്റ്റംബർ 14, 28-നുണ്ട്. കാസർഗോഡ് നിന്ന് സെപ്റ്റംബർ 7-ഉണ്ട്. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 7, 21-ഉണ്ട്. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 2, 7, 21, 13. പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 13, 28. തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 6, 21. താമരശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 7, 21. തൊട്ടിൽപ്പാലത്തുനിന്ന് സെപ്റ്റംബർ 3, 17. ഇത്രയാണുള്ളത്. ഇനി പമ്പ പാക്കേജ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 24-നുണ്ട്. പഞ്ചപാണ്ഡവ പാക്കേജ് സെപ്റ്റംബർ 1-ാം തീയതി ആലുവ ഡിപ്പോയിലുണ്ട്. ആലുവയിൽ നിന്ന് സെപ്റ്റംബർ 20-നുണ്ട്. അങ്കമാലി ഡിപ്പോയിൽ നിന്ന് 7-ാം തീയതി ഉണ്ട്, 26-ാം തീയതി ഉണ്ട്. ആര്യങ്കാവിൽ നിന്ന് സെപ്റ്റംബർ 6, ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 12, ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 20, 27, ചങ്ങനാശ്ശേരിയിൽ നിന്ന് 6-ാം തീയതി, ചാത്തന്നൂരിൽ നിന്ന് 16-ാം തീയതി, ചേർത്തലയിൽ നിന്ന് 1-ാം തീയതി, 7-ാം തീയതി ഉണ്ട്, 11-നുണ്ട്, 16-ഉണ്ട്, 20-ാം തീയതി ഉണ്ട്, 22-നുണ്ട്, 26, 30. ചിറ്റൂർ ഡിപ്പോയിൽ നിന്ന് 21-ാം തീയതി ഉണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് സെപ്റ്റംബർ 6, എറണാകുളത്തും സെപ്റ്റംബർ 6, 12, 17, 29. ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 5, 11, 16. കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 18, കണ്ണൂരിൽ നിന്ന് 6-ാം തീയതി, 20-ാം തീയതി, 27-ാം തീയതി. കരുനാഗപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 3, 15, 27. കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 3, കായംകുളത്ത് നിന്ന് 3-ാം തീയതി ഉണ്ട്, 22. കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 4, 6, 11, 16, 24. ഇത്തരം ദിവസങ്ങളിലുണ്ട്. കൂത്താട്ടുകുളം ഡിപ്പോയിൽ സെപ്റ്റംബർ 3, 16, 27 തീയതികളിലുണ്ട്. കോതമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 7, 18, 28 തീയതികളിലുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 3, 8, 17, 22 തീയതികളിലുണ്ട്. കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 1, 21 തീയതികളിലുണ്ട്. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 8, 21 തീയതികളിലാണ്. കുളത്തൂപ്പുഴയിൽ നിന്ന് സെപ്റ്റംബർ 7, മലപ്പുറത്ത് നിന്ന് 7, മാവേലിക്കരയിൽ സെപ്റ്റംബർ 15, മൂലമറ്റം സെപ്റ്റംബർ 20, മൂവാറ്റുപുഴയിൽ സെപ്റ്റംബർ 6, 21 തീയതികളിലുണ്ട്. നിലമ്പൂരിൽ സെപ്റ്റംബർ 20, നോർത്ത് പറവൂർന്ന് സെപ്റ്റംബർ 1, 6, 16, 27 തീയതികളിലുണ്ട്. പാലാ ഡിപ്പോയിൽ സെപ്റ്റംബർ 6, 20, 29 തീയതികളിലുണ്ട്. പാലക്കാട് നിന്ന് സെപ്റ്റംബർ 12, 21, 26 തീയതികളിലുണ്ട്. പന്തളത്തുനിന്ന് സെപ്റ്റംബർ 15, 25 തീയതികളിലാണ്. പത്തനാപുരത്തുനിന്ന് സെപ്റ്റംബർ 7, പയ്യന്നൂരിൽ സെപ്റ്റംബർ 2, 2-ാം തീയതി. പേരൂർക്കട ഡിപ്പോയിൽ സെപ്റ്റംബർ 15, 26 തീയതികളിലുണ്ട്. പിറവത്തുനിന്ന് സെപ്റ്റംബർ 11, 30. പൊൻകുന്നത്തുനിന്ന് 30-ാം തീയതി ഉണ്ട്. പൂവാറിന്ന് സെപ്റ്റംബർ 12, പുനലൂരിന്ന് 18, തിരുവല്ലയിൽ നിന്ന് 9-ാം തീയതി, 20-ാം തീയതി ഉണ്ട്. തൊടുപുഴയിൽ നിന്ന് സെപ്റ്റംബർ 18, 28 തീയതികളിലുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സെപ്റ്റംബർ 8, 17, 29 തീയതികളിലുണ്ട്. വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 1, 3, 7, 15, 16, 21, 26 തീയതികളിലാണ്. വെഞ്ഞാറമ്മൂട് നിന്ന് സെപ്റ്റംബർ 1, 11, 18, 28 തീയതികളിലുണ്ട്. മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 1, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 21, പിറവത്ത് നിന്ന് സെപ്റ്റംബർ അത് അടുത്ത പത്തനംതിട്ട ടെമ്പിൾസ് ആണ്. കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 21-നുണ്ട്. പിറവത്തുനിന്ന് സെപ്റ്റംബർ 6-ാം തീയതി ഉണ്ട്. പൊലിയംതുരുത്ത് പാക്കേജ് കാസർഗോഡുള്ളൊരു പുതിയൊരു പാക്കേജാണ്. ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 20-നുണ്ട്. ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്. കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്. കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്, 18-നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് 18-നുണ്ട്. കോഴിക്കോട് നിന്ന് 6-ാം തീയതി ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് സെപ്റ്റംബർ 13-നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്. പത്തനാപുരത്ത് നിന്ന് സെപ്റ്റംബർ 28-നുണ്ട്. പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്. പേരൂർക്കടയിൽ സെപ്റ്റംബർ 11, താമരശ്ശേരിയിൽ സെപ്റ്റംബർ 14. ഇത്രയാണുള്ളത്. ഇനി പൊന്മുടി പാക്കേജ് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ സെപ്റ്റംബർ 4, 8, 23 തീയതികളുണ്ട്. അടൂരിൽ നിന്ന് സെപ്റ്റംബർ 7, 6, 7-ാം തീയതി ഉണ്ട്. ആര്യനാട് നിന്ന് സെപ്റ്റംബർ 6-ാം തീയതി ഉണ്ട്. ആര്യങ്കാവ് നിന്ന് 21-ാം തീയതി ഉണ്ട്. ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 2, ചാത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 6, ചെങ്ങന്നൂരിൽ നിന്ന് 8, 14. ഹരിപ്പാട് നിന്ന് 13-ാം തീയതി ഉണ്ട്. കണിയാപുരത്ത് നിന്ന് 13-ാം തീയതി.
കരുനാഗപ്പള്ളിയിൽ നിന്ന് 10-ാം തീയതി 20-ാം തീയതി ഉണ്ട്. കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 2, 13, 21 തീയതികളിലുണ്ട്. കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 1, 13, 28 തീയതികളിലാണ്. കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 5, 14, തീയതികളിലാണ്. കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 13, മല്ലപ്പള്ളിയിൽ നിന്ന് 20-ാം തീയതി, മാവേലിക്കരയിൽ നിന്ന് 6-ാം തീയതി, 29-ാം തീയതി, നോർത്ത് പറവൂർന്ന് സെപ്റ്റംബർ 6, 28 തീയതികളിലുണ്ട്. പാറശാലയിൽ നിന്ന് സെപ്റ്റംബർ 3, പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 6, പേരൂർക്കടയിൽ സെപ്റ്റംബർ 7, പുനലൂരിൽ നിന്ന് സെപ്റ്റംബർ 24, തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 7, 12, 14, വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 20, വെഞ്ഞാറമൂടിൽ സെപ്റ്റംബർ 6 വരെയാണുള്ളത്. ഇനി പുന്നം പമ്പ പാക്കേജ് നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരിൽ സെപ്റ്റംബർ 17 രാമക്കൽമേട് പാക്കേജ് ആലുവ ഡിപ്പോയിൽ സെപ്റ്റംബർ 6 അങ്കമാലിയിൽ സെപ്റ്റംബർ 4, ചങ്ങനാശ്ശേരിയിൽ സെപ്റ്റംബർ 3, ചേർത്തലയിൽ നിന്ന് 14-ാം തീയതി, ഈരാറ്റുപേട്ടയിൽ നിന്ന് 7-ാം തീയതി, 28-ാം തീയതി, എറണാകുളത്ത് നിന്ന് 3, 7, 21, കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6, 21, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 17, കുത്താട്ടുകുളത്ത് നിന്ന് 14, കോതമംഗലത്ത് നിന്ന് 27-ാം തീയതി, കോട്ടയത്ത് നിന്ന് 14-ാം തീയതി, മൂലമറ്റത്ത് നിന്ന് 13-ാം തീയതി, നോർത്ത് പറവൂർന്ന് സെപ്റ്റംബർ 7, 21 തീയതികളിലുണ്ട്. പാലയിൽ നിന്ന് 14-ാം തീയതി, പത്തനംതിട്ടയിൽ നിന്ന് 14-ാം തീയതി, പെരുമ്പാവൂരിൽ 20-ാം തീയതി, പുനലൂരിന്ന് 14-ാം തീയതി, തിരുവല്ലയിൽ നിന്ന് 2-ാം തീയതി, 27-ാം തീയതി ഉണ്ട്. വെഞ്ഞാറമൂടിന്ന് സെപ്റ്റംബർ 11-ാം തീയതിയാണ്. ഇത്രയാണ് രാമക്കൽമേട് പാക്കേജുള്ളത്. ഇനി റോസ്മല പാക്കേജ് നോക്കുകയാണെങ്കിൽ ആര്യനാട് നിന്ന് സെപ്റ്റംബർ 27, ചടയമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 7, 21, ചാത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 14, 11, ചെങ്ങന്നൂരിൽ നിന്ന് 11, 29, കണിയാപുരത്ത് നിന്ന് സെപ്റ്റംബർ 7, കാട്ടാക്കടയിൽ നിന്ന് സെപ്റ്റംബർ 7, കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 7, കൊല്ലത്തുനിന്ന് 7-ാം തീയതി, കൊല്ലത്തുനിന്ന് 13-ാം തീയതി ഉണ്ട്, 20-ാം തീയതി ഉണ്ട്, 21-ാം തീയതി ഉണ്ട്. കൂത്താട്ടുകുളത്ത് നിന്ന് 2-ാം തീയതി, കൊട്ടാരക്കരയിൽ 4-ാം തീയതി, 5-ാം തീയതി ഉണ്ട്, 6-ാം തീയതി ഉണ്ട്, 7-നുണ്ട്, 13-നുണ്ട്, 14-നുണ്ട്, 21-നുണ്ട്, 27-നുണ്ട്. കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 7-നുണ്ട്, മാവേലിക്കരയിൽ സെപ്റ്റംബർ 2, പാറശാലയിൽ നിന്ന് സെപ്റ്റംബർ 7, പത്തനംതിട്ടയിൽ സെപ്റ്റംബർ 28, പത്തനാപുരത്ത് നിന്ന് 28, പേരൂർക്കടയിൽ നിന്ന് സെപ്റ്റംബർ 4, പിറവത്ത് നിന്ന് സെപ്റ്റംബർ 3, പുനലൂരിൽ നിന്ന് സെപ്റ്റംബർ 6, വൈക്കത്ത് നിന്ന് സെപ്റ്റംബർ 8, ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 7, സെപ്റ്റംബർ 28, പാറശാലയിൽ സെപ്റ്റംബർ 13. അത് സി എഷ്ടമുടി പാക്കേജാണ്. സാഗറാണി പാക്കേജാണ് ചാലക്കുടിയിൽ നിന്ന് സെപ്റ്റംബർ 7-നും 28-നുള്ളത്. സി എഷ്ടമുടി പാക്കേജ് കൊല്ലത്തുള്ളൊരു ഹൗസ് ബോട്ടാണ്. സോറി, കൊല്ലത്തുള്ളൊരു കേരള ടൂറിസത്തിൻ്റെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു ബോട്ടാണ്. ടൂറിസ്റ്റ് ടൈപ്പ് ഓഫ് ബോട്ടാണ്. പാറശാലയിൽ നിന്ന് സെപ്റ്റംബർ 13-നുണ്ട്. പിന്നെ സി കുട്ടനാട്, അത് ആലപ്പുഴയുള്ള സെയിം വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടാണ്. ചടയമംഗലത്ത് സെപ്റ്റംബർ 21-നുണ്ട്. ചാലക്കുടിയിൽ സെപ്റ്റംബർ 28-നുണ്ട്. ചിറ്റൂർന്നുണ്ട്, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. മണ്ണാർക്കാട് സെപ്റ്റംബർ 14, മൂലമറ്റം സെപ്റ്റംബർ 6. പിന്നെ സൈലന്റ് വാലി പാക്കേജ് നോക്കുകയാണെങ്കിൽ ചെങ്ങന്നൂരിൽ സെപ്റ്റംബർ 7, ചേർത്തലയിൽ നിന്ന് 2, ഹരിപ്പാട് നിന്ന് 14-ാം തീയതി, കോഴിക്കോട് നിന്ന് 21-ാം തീയതി, പാലക്കാട് നിന്ന് 6-നുണ്ട്, 27-നുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് 5, 27, 5-ാം തീയതി ഉണ്ട്, തലശ്ശേരിയിൽ നിന്ന് 27-ാം തീയതി ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് 4-ാം തീയതി ഉണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് സിൽവർ സ്റ്റോൺ പാക്കേജാണ്, ഒരു വാട്ടർ തീം പാർക്കാണ്. കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 7-നുണ്ട്, സെപ്റ്റംബർ 3-ന് പത്തനംതിട്ടയിൽ നിന്നുണ്ട്, പൂവാറിന്ന് സെപ്റ്റംബർ 13, നോർത്ത് പറവൂർന്ന് ശിവഗിരി പാക്കേജ്, നോർത്ത് പറവൂർന്ന് 10-ാം തീയതി ഉണ്ട്. സൂര്യാംശു പാക്കേജ്, കോട്ടയത്ത് നിന്ന് സൂര്യാംശു പാക്കേജ് സെപ്റ്റംബർ 21-നുണ്ട്. ഇത് KSINC നടത്തുന്ന ഒരു പാക്കേജാണ്. വെഞ്ഞാറമൂടിന്ന് തേക്കടി പാക്കേജ് സെപ്റ്റംബർ 6-നാണ്. തെന്മല പാക്കേജ് അടൂറിൽ നിന്ന് സെപ്റ്റംബർ 13-ന്, ഈരാറ്റുപേട്ടയിൽ നിന്ന് സെപ്റ്റംബർ 14, മല്ലപ്പള്ളിയിൽ നിന്ന് സെപ്റ്റംബർ 3, സെപ്റ്റംബർ 24, പൊൻകുന്നത്തുനിന്ന് സെപ്റ്റംബർ 3, സെപ്റ്റംബർ 27-നുണ്ട്. തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 14, 28 തീയതികളിലുണ്ട്. വെഞ്ഞാറമൂടിൽ നിന്ന് സെപ്റ്റംബർ 7. ഇത്രയാണുള്ളത്. ഇനി ട്രിവാൻഡ്രം പാക്കേജ്, ട്രിവാൻഡ്രത്തുള്ള സ്ഥലങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള പാക്കേജാണ്. ചെങ്ങന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 30-നുണ്ട്. ട്രിവാൻഡ്രം ടെമ്പിൾസ് പാക്കേജ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 30-നാണ്. ചെങ്ങന്നൂരിൽ നിന്ന് 24-ാം തീയതി, ഹരിപ്പാട് നിന്ന് 20-ാം തീയതി, കൂത്താട്ടുകുളത്ത് നിന്ന് 30-ാം തീയതി, മാവേലിക്കരയിൽ നിന്ന് 14-ാം തീയതി, നോർത്ത് പറവൂർന്ന് 16-ന്, പത്തനംതിട്ടയിൽ നിന്ന് 16-ാം തീയതി ഉണ്ട്.
തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 21-നാണ്. ഇനി വാഗമൺ പാക്കേജ് നോക്കുകയാണെങ്കിൽ അടൂർ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 27-നുണ്ട്. ആലുവ ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 21-നുണ്ട്. ആര്യനാട് നിന്ന് സെപ്റ്റംബർ 13, ചാലക്കുടിയിൽ നിന്ന് 14, ചാത്തന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 7, ചെങ്ങന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 2, എറണാകുളത്ത് നിന്ന് സെപ്റ്റംബർ 6, ഹരിപ്പാട് നിന്ന് സെപ്റ്റംബർ 14, കണിയാപുരത്ത് നിന്ന് 6-ാം തീയതി, കണ്ണൂരിൽ നിന്ന് 12-ാം തീയതി, കരുനാഗപ്പള്ളിയിൽ നിന്ന് 7-ാം തീയതി, കാട്ടാക്കടയിൽ നിന്ന് 1-ാം തീയതി, 20-ാം തീയതി ഉണ്ട്. കായംകുളത്ത് നിന്ന് സെപ്റ്റംബർ 8, സെപ്റ്റംബർ 14, കൊല്ലത്ത് നിന്ന് സെപ്റ്റംബർ 6, 14, 17, കോതമംഗലത്ത് നിന്ന് സെപ്റ്റംബർ 10, 13, 6, കൊട്ടാരക്കരയിൽ സെപ്റ്റംബർ 6, കൊട്ടാരക്കരയിൽ സെപ്റ്റംബർ 13, 17, 20, 27 തീയതികളിലുണ്ട്. കോട്ടയത്ത് നിന്ന് സെപ്റ്റംബർ 2, 5, 2-ാം തീയതി ഉണ്ട്. 5-ാം തീയതി മലപ്പുറത്തു നിന്നുണ്ട്. മണ്ണാർക്കാട് നിന്ന് സെപ്റ്റംബർ 13-നുണ്ട്. മാവേലിക്കരയിൽ സെപ്റ്റംബർ 6, സെപ്റ്റംബർ 30-ാം തീയതി ഉണ്ട്. മൂലമുറ്റത്ത് നിന്ന് സെപ്റ്റംബർ 27, മൂവാറ്റുപുഴയിൽ സെപ്റ്റംബർ 3, സെപ്റ്റംബർ 14, 18, 24 തീയതികളിലുണ്ട്. നോർത്ത് പറവൂരിൽ സെപ്റ്റംബർ 2, 13, 21 തീയതികളിലുണ്ട്. പാലക്കാട് സെപ്റ്റംബർ 13, 28, 13-ാം തീയതി ഉണ്ട്. പന്തളത്ത് നിന്ന് സെപ്റ്റംബർ 28-ാം തീയതി ഉണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സെപ്റ്റംബർ 11-നുണ്ട്. പത്തനാപുരത്ത് നിന്ന് സെപ്റ്റംബർ 2, പിറവത്ത് നിന്ന് സെപ്റ്റംബർ 21, പൂവാറിന്ന് സെപ്റ്റംബർ 6-ാം തീയതി ഉണ്ട്. പുനലൂരിൽ സെപ്റ്റംബർ 21-ാം തീയതി ഉണ്ട്. തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 10-നുണ്ട്, 27-നുണ്ട്. തൊടുപുഴയിൽ സെപ്റ്റംബർ 4-നുണ്ട്, 21-ാം തീയതി ഉണ്ട്. വെഞ്ഞാറമൂട് നിന്ന് സെപ്റ്റംബർ 9-നാണ്. ഇനി വട്ടവട പാക്കേജ് നോക്കുകയാണെങ്കിൽ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് 14-ാം തീയതി, കൂത്താട്ടുകുളത്ത് നിന്ന് സെപ്റ്റംബർ 20, കൊട്ടാരക്കരയിൽ നിന്ന് സെപ്റ്റംബർ 13, മാള ഡിപ്പോയിൽ നിന്ന് സെപ്റ്റംബർ 21-ാം തീയതി ഉണ്ട്. നോർത്ത് പറവൂരിൽ നിന്ന് സെപ്റ്റംബർ 3, 14, 25 തീയതികളിലുണ്ട്. പിറവത്ത് നിന്ന് സെപ്റ്റംബർ 7, 13, തൃശ്ശൂരിൽ നിന്ന് 5-ാം തീയതി ഉണ്ട്, 21-നുണ്ട്. വേഗ ആലപ്പുഴ പാക്കേജ് നോക്കുകയാണെങ്കിൽ പാലക്കാട് നിന്ന് സെപ്റ്റംബർ 14-നുണ്ട്. ചേർത്തല ഡിപ്പോയിൽ നിന്ന് വേളാങ്കണ്ണി പാക്കേജ് സെപ്റ്റംബർ 19-നുണ്ട്. മണ്ണാർക്കാടും സെപ്റ്റംബർ 20-നുണ്ട്. പാലക്കാടും സെപ്റ്റംബർ 21-നുണ്ട്. വയനാട് പാക്കേജ് നോക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് സെപ്റ്റംബർ 6-നുണ്ട്, 20-ന് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് സെപ്റ്റംബർ 7-നുണ്ട്, 21-നുണ്ട്. കാസർഗോഡ് നിന്ന് സെപ്റ്റംബർ 2-നുണ്ട്. കോഴിക്കോട് നിന്ന് സെപ്റ്റംബർ 7, മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 2, മാവേലിക്കരയിൽ നിന്ന് സെപ്റ്റംബർ 20, നിലമ്പൂരിൽ നിന്ന് സെപ്റ്റംബർ 2, 14, 15, പത്തനംതിട്ടയിൽ സെപ്റ്റംബർ 4, പയ്യന്നൂരിൽ നിന്ന് സെപ്റ്റംബർ 14, പേരൂർക്കടയിൽ സെപ്റ്റംബർ 22, തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 7, തലശ്ശേരിയിൽ നിന്ന് സെപ്റ്റംബർ 28, തിരുവല്ലയിൽ നിന്ന് സെപ്റ്റംബർ 12, തൊട്ടിൽപ്പാലത്ത് നിന്ന് സെപ്റ്റംബർ 30, വെഞ്ഞാറമൂട് നിന്ന് സെപ്റ്റംബർ 6. ഇത്രയും പാക്കേജുകളാണ് നിലവിൽ KSRTC പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഡബിൾ ഡെക്കർ സർവീസ് എറണാകുളം, മൂന്നാർ, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ ഡബിൾ ഡെക്കർ പാക്കേജുകൾ എല്ലാ ദിവസവും തന്നെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സ്ഥലങ്ങളിലേക്ക് മൂന്നാർ, ട്രിവാൻഡ്രം, എറണാകുളം ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഡബിൾ ഡെക്കർ സർവീസ് കൂടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഇതിൻ്റെ തന്നെ ഒരു ഡിപ്പോ വൈസുള്ളൊരു വീഡിയോ കൂടി നെക്സ്റ്റ് ഒരു 2 ദിവസത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്പോ വൈസ് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ വൈസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇതിപ്പോൾ പാക്കേജ് വൈസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.